Good morning, sir. Yes, Ansi, good morning. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം സർ. സാറിന് ഇന്ന് വലുതായിട്ട് സൂം ചെയ്ത് വെച്ചിരിക്കുന്നു. വീഡിയോ നല്ല സ്ട്രീം ആയിരിക്കുകയാണെന്ന്. അതെ, അത് മാറ്റണോ? അല്ലല്ല, ഞാൻ പറഞ്ഞത്. കുറച്ചു പേര് വരുമ്പോൾ മാറിക്കോളൂ. ഇപ്പൊ ആൻസി മാത്രമല്ലേ ഉള്ളൂ. യെസ്, ടെക്നിക്കൽ സൈഡ് നോക്കുന്ന ഇവിടുത്തെ എക്സ്പെർട്ടായ ഒരു ടീമുണ്ട് ആൻസി. അവരിത് സെറ്റ് ചെയ്ത് വെക്കും. നമ്മൾ വന്നിരിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു അപാകത പറ്റിയ നീറ്റൊരു വിളിയാണ്. റിജോ എന്ന് വിളിച്ചാൽ പയ്യമ്പലും വീണ്ടും സെറ്റ് ചെയ്യും. യെസ്, ഓക്കെ ആൻസി. എന്നിട്ട് എന്താണ് ആൻസി ഭാവി പരിപാടികൾ? അങ്ങനെ ഇരിക്കുന്നു സർ. എക്സാമിന് ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. സർ, പാസ് മാർക്ക് എത്രയാണ് സർ? 35%. എല്ലാത്തിന്റെയും പാസ് മാർക്ക് 35% ആണല്ലോ. ഏത് പരീക്ഷയുടെ എത്രയിലാണോ പരീക്ഷയുടെ 35%. പാസ് മാർക്ക് ഒന്നുമല്ല, അതിന് മുകളിൽ വരും. അതുകൊണ്ട് ഇംഗ്ലീഷിന് തന്നെ 20 മാർക്ക് കിട്ടി. യെസ്, പിന്നെ ബാക്കി ഒരു 15 മാർക്ക് കൂടെ ഒപ്പിച്ചാൽ പോരെ? അതെ സർ, അത് ഒപ്പിക്കണ്ടേ? ആ ബാക്കിയുള്ള 15 മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാല് സംഗതി ഓക്കെ. ഞാനേ ഇപ്പോഴത്തെ പിള്ളേരെ കാണുമ്പോൾ എനിക്ക് അവരോടൊരു ചെറിയൊരു ദേഷ്യം തോന്നുന്ന കാരണം, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് 2 മാസം വന്ന് സ്റ്റഡി ലീവ് കിട്ടും. പരീക്ഷ തുടങ്ങുന്നത് 2 മാസം സ്റ്റഡി ലീവ് കിട്ടും. പഴയ സ്കീമായിട്ട് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ പഠിച്ചപ്പോൾ. അപ്പോ ആ 2 മാസം സ്റ്റഡി ലീവ് തുടങ്ങണ അന്ന് ഞാനൊക്കെ ലാസ്റ്റ് ചാപ്റ്റർ വരെ പഠിച്ചെന്ന് അവസാനിപ്പിക്കുക. റിവിഷൻ കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് ഞാനൊക്കെ പഠിച്ചിരുന്നു. എത്ര കഷ്ടപ്പെട്ടാണ് ഇരുന്നറിയാം. യെസ്, അപ്പോ ഇപ്പോഴത്തെ പിള്ളേർ അത്രയൊക്കെ കഷ്ടപ്പെടാൻ ഇങ്ങനെ കാണുമ്പോഴേക്കും നമുക്കൊരു ഇന്നിപ്പോ SSLC പരീക്ഷ ആരംഭിക്കുന്നു. ഞാൻ രാവിലെ അല്ലേ 2 കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹമൊക്കെ മേടിക്കാൻ വന്നിരുന്നു. അപ്പൊ അവരുടെ അമ്മ പറഞ്ഞു വിട്ടതാണ്, സാറിന്റെ വീട്ടിൽ പോയി സാറിനോട് അനുഗ്രഹമൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ട്. യെസ്, അപ്പൊ അപ്പഴത്തിൽ പോയി വന്ന വഴി അത് വീട്ടിൽ കയറി അനുഗ്രഹിച്ചൊക്കെ വിട്ടിട്ടുണ്ട്. നർമ്മിത, ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് SSLC പരീക്ഷ എഴുതുന്ന 2 വിദ്യാർത്ഥികളെ വീട്ടിൽ വന്നപ്പോ അനുഗ്രഹിച്ചൊക്കെ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാണ്. ഭാവിയില് നിങ്ങളും ഈ ഫീൽഡിൽ എക്സ്പെർട്ട് ആകുമ്പോ അവിടെ വരും. എഴുത്തിനിരുത്താമോ എന്റെ മക്കളെ എന്ന് ചോദിച്ചിട്ട് ആൻസിയുടെ വീട്ടില് നർമ്മയുടെ വീട്ടിലൊക്കെ വരും. യെസ്, അത് ഒരു അംഗീകാരമാണ്. യെസ്, റസീന. യെസ് സർ. How are you, റസീന? ഫൈൻ. ചൈൽഡ് എവിടെ? ഉറങ്ങിയാണ്. യെസ്, അല്ലെങ്കിൽ റസീനെ വിളിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ ചെറിയൊരു കരച്ചിലൊക്കെ കേൾക്കാറുണ്ട്. ഇന്നൊന്നുമില്ലേ? എണീക്കണ സമയമായിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളാണ് ഏറ്റവും വലിയ അഭിനേത്രികൾ. നന്നായിട്ട് അഭിനയിക്കുന്ന അഭിനേത്രികൾ നിങ്ങളാണ്. ഈ ചെറിയ കുട്ടിയെ ഉറക്കി കിടത്താനായിട്ട് നിങ്ങൾ ആലോചിക്കുക. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു 8 മാസം 9 മാസം പ്രായമുള്ള സമയത്ത് വീട്ടിലെ പണികളൊക്കെ ചെയ്യാനുണ്ട്. ഒരു 9 മണിയായപ്പോൾ കുട്ടിയെ കുളിപ്പിച്ച് കണ്ണെഴുതി തൊട്ട് പാല് കൊടുത്ത് അത് ഉറക്കി സൈഡിൽ തിരിഞ്ഞു പോവാതിരിക്കാനായിട്ടുള്ള തലയിലൊക്കെ തടവെച്ച് ഫാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച്, എന്നിട്ട് തള്ളവിരല് മാത്രം കുത്തി ശബ്ദമുണ്ടാക്കാതെ ആ മുറി വിട്ട് പമ്മി പുറത്തേക്ക് വന്ന് വാതിക്കൽ നിന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോ കട്ടിലിൽ കണ്ണു തുറന്ന് കിടക്കുന്ന കുട്ടിയെ കണ്ടപ്പോ ചമ്മി വീണ്ടും അങ്ങോട്ട് ചെന്ന ആ ഒരു ദിവസങ്ങളില്, യെസ്, അതിനേക്കാളും വലിയൊരു ചമ്മലോ വലിയൊരു അഭിനയമോ ഇവിടെ ഒരു ഉർവശിയോ ഒരു നയൻതാരയോ ഒരു മഞ്ജു വാര്യരോ കാഴ്ചവെച്ചിട്ടുണ്ട്.
അപ്പോ ഏറ്റവും നല്ല അഭിനേത്രികൾ എന്ന് പറയുന്നത് ആരാണ്? നിങ്ങളുടെ അമ്മമാരാണ്. യെസ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് യെസ്, കറക്റ്റ് അല്ലേ? അന്ന് അഭിനയിച്ച, അന്ന് ചമ്മിയ ചമ്മലൊക്കെ ഓർക്കുന്നില്ലേ? നിങ്ങൾ ആ ലെവലിലോട്ടൊന്നും മടങ്ങിപ്പോ. അപ്പൊ മനസ്സുകൊണ്ട് അപ്പൊ ശരിയാവും. അപ്പൊ മനസ്സിലാവും കറക്റ്റ് ആണ് അല്ലേ ആൻസി? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതെ അതെ സർ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. കാരണം ഒരുപാട് തിരക്കുകളാണ് ഇന്നലത്തെ. അത് കുട്ടി ഉറങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് പണി തീർത്ത് ഫിനിഷ് ചെയ്തിട്ട് വരാൻ. യെസ്. അപ്പൊ പുള്ളി വിട്ട് പുറത്തിറക്കിയതൊക്കെ ഓർക്കുന്നുണ്ടാവും ഇല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഒരു ശബ്ദം പോലും കേൾപ്പിക്കാതെ കുഞ്ഞ് ശാന്തമായിട്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും. ഒരു ചെറിയൊരു അനക്കം മതി, അപ്പോഴാണ് കുട്ടി എഴുന്നേക്കും. അപ്പൊ പിന്നെ മൊത്തത്തില് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ജയചന്ദ്രൻ പാടിയൊരു പാട്ടില്ലേ, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കയിലെ എന്നോമൽ വ്യക്തമായി. അതായത് കുട്ടിയെ ഉറക്കിക്കെടുത്തതിന് ശേഷം എവിടെന്നെങ്കിലും ശബ്ദം വരുമ്പോ കുട്ടി എഴുന്നേക്കുമ്പോൾ പേടിച്ചു കഴിഞ്ഞപ്പോ ഒരു കുയില് പുറത്ത് നിന്ന് കരയുന്നുണ്ട്. അപ്പൊ ആ കുയിലിന്റെ ശബ്ദം കൊണ്ട് കുട്ടി ഉണർന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുയിലിനോട് പറയണം, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടും എന്നോമൽ ഉറക്കമായി ഉണർത്തരുത്. ഓക്കെ, എന്ത് പറ്റി? അത് അടുത്ത വഴി പറയുന്നുണ്ട്. വഴി വന്ന് ശാരദ നിലാവെ കണ്ണിലെ സ്വപ്നങ്ങൾ മറക്കരുത്. നമ്മൾ കുട്ടികളിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ ചിലപ്പോ അത് ചിരിക്കും. കുട്ടികൾ ചെറുതായിട്ട് ചിരിക്കും. കണ്ണിന്റെ അകത്തുള്ള മിഴികൾ അനങ്ങണത് കണ്ണുപോളകൾ കണ്ണടച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ പറയും ആ കുട്ടി ഉറക്കത്തിൽ നല്ല സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ അതിന്റെ ചിരിയാണ് ആ വരുന്നത് എന്ന് പറയും. അപ്പോ നിലാവിനെ നോക്കിക്കൊണ്ട് പറയുന്നത്, നിലാവെ നിന്റെ വെളിച്ചം വളരെ ചെറുതാണ്, പക്ഷെ എങ്കിലും അത് ഞാൻ ജാലകത്തിലൂടെ എന്റെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ കണ്ണിലേക്ക് അടിക്കരുത്, കാരണം അത് സ്വപ്നം കണ്ടു കിടക്കുകയാണ്. എപ്പോഴും ഈ ജയചന്ദ്രൻ പാടിയിട്ട് പാട്ടാണ്. അത് എപ്പോഴും യൂട്യൂബിൽ അടിച്ചാൽ മതി. ഒന്നിനെ സുഖതാഴ്ത്തി പാട്ടുക പോകുകയില്ലേ എന്നോമൽ ഉറക്കമായി ഉണർത്തരുത്. ദേവരാജൻ മാഷ് സംഗീതം നൽകിയ ഒരു പാട്ടാണ്. എപ്പോഴെങ്കിലും വരിയല്ല, ആ വരികളുടെ ഓരോ വരികളുടെയും അർത്ഥം നോക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഒരമ്മ തന്റെ കുഞ്ഞിനെ ഉറക്കിക്കെടുത്തിയതിനു ശേഷം ആ മുറി വിട്ട് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ചുറ്റുപാടുമുള്ള പ്രകൃതിയുടെ ഓരോ എലിമെന്റുകളോടും പറയുന്ന കാര്യങ്ങളാണ്. യെസ്, നീ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആ പാട്ട് ആർക്കെങ്കിലും അറിയാമോ? ആൻസിക്ക് അറിയാമോ? ഇല്ല സാറേ, അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. സബിത നന്നായിട്ട് പാട്ട് പാടുന്നാണല്ലോ കേട്ടേക്കണേ. അയ്യോ ഇല്ല. അയ്യോ ഇല്ല അല്ലേ? റസീന എങ്ങനെയാണ്? യെസ്. അപ്പോ റസീന റസീന തന്നെ ഇരിക്കുന്നു. അതായത് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും റസീന ഈ പാട്ട് നോക്കി വെക്ക്, പഠിച്ചു വെക്ക്. ഏതാണ്? ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പോകുകയില്ലേ. യെസ്, പാടാനൊന്നും അറിയില്ല കേട്ടാ. അത് ഉള്ളതുമായിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. യെസ്, ഓക്കെ 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 ഓക്കെ, ഞങ്ങക്ക് കുഴപ്പമില്ലാതെ. ഇനി അംഗൻവാടി അല്ല, മറ്റേ നേഴ്സറി സ്കൂൾ ടീച്ചറായിട്ട് എത്ര പാട്ട് പാടാനുള്ളതാണ്, എത്ര കുട്ടികളെ ഗാനലോകത്തേക്ക് കൈ പിടിച്ച് ഉയർത്താനുള്ളതാണ്. ആ ആളാണ് ഇനി പാടാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞത്. യെസ് അല്ലേ? പ്രവീണാരാജിന് പാടാൻ അറിയാന്നാണല്ലോ പറയണേ ഇവിടെയൊക്കെ. ഇല്ല, അറിയത്തില്ല സാറേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ് യെസ്. അപ്പൊ ഇന്ന് നമുക്ക് ഇതൊരു വീഡിയോ കിട്ടിയ ക്ലാസ് ആണ്. ആർസു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഓക്കെ ഓക്കെ. എന്നിട്ട് അനക്കൊന്നുമില്ല, അതുകൊണ്ടാണ്. യെസ്.
യെസ്, ഞാനൊരു മലയാളം പാരഗ്രാഫ് പറയാം, നിങ്ങൾ അത് എഴുതിയെടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ ഇംഗ്ലീഷിലോട്ടൊന്ന് മാറ്റണം. ഓക്കെ, തെറ്റിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. ഭാവിയിൽ നിങ്ങൾക്ക് ഒരു പ്രസംഗമൊക്കെ എഴുതി തയ്യാറാക്കേണ്ടി വരുമ്പോൾ അതൊക്കെ അത് ഗുണം ചെയ്യും. അതല്ലെങ്കിൽ ആർക്കെങ്കിലും അതേപോലെ എന്തെങ്കിലും സംഗതി നിങ്ങളുടെ കുട്ടികൾക്ക് തന്നെ എഴുതി കൊടുക്കേണ്ടി വരുമ്പോൾ അത് ഗുണം ചെയ്യും. ഓക്കെ, പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് ചെയ്തതാണ്, ഞാനൊരു കഥ പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് ഞാൻ സിമ്പിൾ വാചകങ്ങളാണ്. ഞാനൊരു കർഷകനാണ്. എനിക്ക് 9 പശുവുണ്ട്. പശുക്കളെ കൂടാതെ എനിക്ക് 5 ഏക്കർ ഭൂമിയുണ്ട്. 5 ഏക്കർ ഭൂമിയുണ്ട്. എന്റെ പിതാവിൽ നിന്ന്, ശ്രുതി ഇവിടെ 2 വരി എഴുതാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതിക്കും. എന്റെ പിതാവിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയതാണ് ഈ ഭൂമി. പാരമ്പര്യമായി കിട്ടിയതാണ് ഈ ഭൂമി. നിങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങളിവിടെ കാത്തു നിൽക്കുക. നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങളിവിടെ കാത്ത് നിൽക്കുക. കൃഷി ഓഫീസർ ഉടനെ വരും. നമ്മളോട് സംസാരിക്കുവാനാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് മുൻപിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ എന്ത് കുഴപ്പമില്ല. മുൻപിൽ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പ്രസന്റ് ചെയ്യണം. എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹം പരിഹാരമുണ്ടാക്കും. അദ്ദേഹം ഒരു സത്യസന്ധനായ ഓഫീസറാണ്. അദ്ദേഹം നമ്മുടെ ഗ്രാമത്തിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ലാസ്റ്റ് സെന്റൻസ് റിപ്പീറ്റ് ചെയ്യാമോ? ഓക്കെ 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 ഓക്കെ. അദ്ദേഹം സത്യസന്ധനായ ഒരു ഓഫീസറാണ്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നമ്മുടെ ഗ്രാമത്തിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഒഴിഞ്ഞ വീടുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങൾക്ക് ഒരു ഒഴിഞ്ഞ വീടുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. മാസം 10,000 രൂപ. മാസം 10,000 രൂപ വാടകയായി തരാമെന്ന്. അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. നോക്കൂ, ദാ അദ്ദേഹം വരുന്നു. ദയവായി കസേരകൾ റെഡിയാക്കുക. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യട്ടെ. ഓക്കെ. എല്ലാം എല്ലാം വളരെ സിമ്പിളായ വാചകങ്ങളാണ്. തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളത് വേർഡ് ടു വേർഡ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓർക്കുക, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ ഒരു ക്രമം എപ്പോഴും മനസ്സിൽ വേണം. ഞാൻ ചായ കുടിച്ചു എന്ന് പറയാം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ കുടിച്ചു ചായ. എന്ത് അല്ലെങ്കിൽ ആരെ എന്നുള്ള ഉത്തരം എപ്പോഴും മൂന്നാമതേ പറയാം. അങ്ങനെ എപ്പോഴും മനസ്സിൽ വെച്ചിട്ടുള്ള പോലെ ഞാൻ കുടിച്ചു, ഐ ഡ്രൈവ്. എന്ത് കുടിച്ചു? എക്സ്ക്യൂസ് മീ സർ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ലാസ്റ്റ് മറ്റേ അദ്ദേഹം ഭാര്യയും 2 കുട്ടികളും ഉണ്ട്, അത് കഴിഞ്ഞതിന് ശേഷമുള്ള സെന്റൻസ്. നോക്കൂ, അതിന് ശേഷം നോക്കൂ, ദാ അദ്ദേഹം വരുന്നു. ദയവായി കസേരകൾ റെഡിയാക്കുക. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യട്ടെ. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു മറക്കണ്ട, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ ഒരു ക്രമം എപ്പോഴും മനസ്സിലായാൽ മതി. ആരെ അല്ലെങ്കിൽ എന്ത് എന്നുള്ളതിന്റെ ഉത്തരം എപ്പോഴും മൂന്നാമതായിരിക്കും. അതാണ് ഇംഗ്ലീഷിൽ എഴുതുന്നതിന്റെ സ്റ്റൈല്. നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ പറയുകയാണ്, അത് എപ്പോഴും മനസ്സിൽ വെച്ചിട്ടേ ഇരിക്കും. ആദ്യം സബ്ജക്റ്റ്, ചെയ്ത പ്രവൃത്തി, എന്ത് ചെയ്തു അല്ലെങ്കിൽ ആരെ, അത് മൂന്നാമത്. ഓക്കെ, ശ്രമിച്ചോളൂ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് റെഡിയാക്കി എടുക്കാം. ചിലപ്പോ ഓരോ സെന്റൻസിനെ പല രീതിയിൽ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ.
കഴിയുമ്പോൾ പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം.
ഓക്കെ നിർമ്മിത, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഒന്ന് രണ്ട് പേരോട് കേട്ടാ നമുക്ക് ആരംഭിക്കാം.
യെസ്, രണ്ടാമത്തെ ആളെ കഴിഞ്ഞിട്ടുണ്ട്. യെസ്, പ്രവീണ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നർമ്മിത കഴിഞ്ഞു, പ്രവീണ കഴിഞ്ഞു. ഇനി ഒരാളുകൊണ്ട് എന്താ കഴിഞ്ഞത്? ആർസുവിന്റെ കഴിഞ്ഞു. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് പയ്യെ ആരംഭിക്കാം. യെസ്, അപ്പോ മറ്റവരുടെ കൂടെ എത്താത്തതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. സബിത ആദ്യം വായിച്ചു. സബിത. ഞാൻ വായിക്കാം, അതിന്റെ ഇംഗ്ലീഷ് വായിച്ചാൽ മതി. ഞാനൊരു കർഷകനാണ്. I am a farmer. Correct. I am a farmer. Very good, very good, very good. എനിക്ക് 9 പശുവുണ്ട്. I have 9 cows. Very good. I have 9 cows. എനിക്ക് 9 പശുവുണ്ട്. കറക്റ്റ്. പശുക്കളെ കൂടാതെ എനിക്ക് 5 ഏക്കർ ഭൂമിയുണ്ട്. I have 5 acres of land. കൂടാതെ ബിസൈഡ്സ് എന്ന് ഉപയോഗിച്ചാൽ മതിയോ? ബിസൈഡ്. Yes, very good, very good, very good. Correct. Besides the cows. അപ്പൊ ആദ്യം പറയും. അതർ ദാൻ ഇട്ട കുഴപ്പമുണ്ടോ സാറേ? ഞാൻ എഴുതിയിരിക്കുന്നത് I have 5 acres of land other than cows. ഇതാണോ? In addition to എന്ന് പറഞ്ഞാൽ ശരിയാണ്. സർ ഞാൻ എഴുതിയിരിക്കുന്നത് I have 5 acre land and 9 cows. ശരിയാണോ? അതിന്റെ അകത്ത് സെന്റൻസ് കറക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് കൂടാതെ എന്ന് പറഞ്ഞ സാധനം കയറി വന്നിട്ടുണ്ട്. എനിക്ക് 5 ഏക്കർ ഭൂമിയും 9 പശുവും ഉണ്ട്. അത് മനഃപൂർവ്വം കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഡിസൈഡ് എന്ന് വരും. ഓക്കെ, ഡിസൈഡ് അല്ല ഡിസൈഡ്. ഞാൻ പറയാൻ പോയത് ഈ കൂടാതെ എന്നുള്ളതിന് അതർ ദാൻ, അത് കൂടാതെ, ഇൻ അഡീഷൻ ടു, ഇതിന് കൂടുതലായിട്ട്, അത് കറക്റ്റ് ആണ്. പിന്നെ ബിസൈഡ്സ്, ബിസൈഡും ബിസൈഡ്സും രണ്ട് പേരാണ്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ BESIDE, ബിസൈഡ് എന്ന് പറഞ്ഞാൽ നിയർന്ന്, അരികെ. ദ ബേബി ഈസ് ലൈയിങ് ബിസൈഡ് മീ, ആ കുട്ടി എന്റെ അരികെ കിടക്കും. അപ്പൊ ബിസൈഡ്. ബിസൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഇൻ അഡീഷൻ. ഓക്കെ, അപ്പൊ സബിത ഒരു വാചകം കൂടി പറഞ്ഞു. എന്റെ പിതാവിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയതാണ് ഈ ഭൂമി. പാരമ്പര്യം എന്നുള്ളതിന് ഹെറിഡിറ്ററി, ഇൻഹെറിറ്റ്, അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചിട്ടാണ് സബിത ചെയ്തത്. ഞാൻ ആ വാക്ക് എഴുതിയില്ല. ദിസ് ലാൻഡ് വാസ്, പാരമ്പര്യം എന്താ ഉദ്ദേശിച്ചത്? ആ വാക്ക് കിട്ടിയില്ല. ഫ്രം മൈ ഫാദർ. ഓക്കെ ഓക്കെ, അപ്പൊ നോക്കിയേ, എന്റെ പിതാവിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയതാണ് ഈ ഭൂമി. അപ്പൊ ആദ്യം എനിക്ക് ഭൂമി കിട്ടി, അതാദ്യം പറ. എനിക്ക് കിട്ടിയെന്ന് ആദ്യം പറഞ്ഞു. ദിസ് ലാൻഡ് വാസ്, അതൊക്കെ പോയി. എനിക്ക് കിട്ടി. എനിക്കുന്നുള്ളതിന് ഐ, കിട്ടിയെന്നുള്ളതിന് ഗോട്ട്. ഗെറ്റിന്റെ പർസൻസ് കിട്ടുക അല്ല, ഐ ഗോട്ട്. ഇത് നോക്ക്, ഐ നമ്മൾ സിമ്പിൾ ആക്കാൻ വേണ്ടി പറഞ്ഞാണ് വലിയ സെൻസ് വരുന്നത്. ഐ ഗോട്ട്, എനിക്ക് കിട്ടി. എന്ത് കിട്ടി? ഭൂമി കിട്ടി അല്ലെ? ലാൻഡ്. അപ്പൊ ഇത്ര കറക്റ്റ് ആയില്ല. എനിക്ക് ഭൂമി കിട്ടി. ഇനി നമ്മൾ പറയാണ് എങ്ങനെ കിട്ടി? ഇൻഹെറിറ്റ്. by This land was inherited from my father. I got the land by inheritance. പാരമ്പര്യമായിട്ട് എനിക്ക് ഭൂമി കിട്ടി. ആരിൽ നിന്ന് കിട്ടി? അടുത്തത് ഫ്രം മൈ ഫാദർ. കണ്ടോ? അങ്ങനെ നമുക്ക് ചെറുതാക്കി ഒരു സെന്റൻസിന് നമുക്ക് പല പല കഷ്ണങ്ങളാക്കാം. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ക്ലോസ് എന്നാണ്. ക്ലോസ്, ചെറിയ ചെറിയ ക്ലോസുകളൊക്കെ. ഇനി സബിത എഴുതിയേക്കണം വായിച്ചു. ഞാൻ പറഞ്ഞ മെത്തേഡ് കൂടാണ്ട് എഴുതേണ്ട. അപ്പൊ അതുകൊണ്ട് സബിത എഴുതിയേക്കണം വായിച്ചു.
This land was inherited from my father. Yes. അപ്പൊ നമുക്ക് അതൊന്നുകൂടി എഡിറ്റ് ചെയ്യാം. This land was inherited to me. എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടി. From my father. അപ്പൊ ശരി. Okay. Inherited to me. Inherited. Okay. Yes. അപ്പൊ ആ രീതിയിൽ വരും. Yes. ഞാൻ മറ്റൊരു പറഞ്ഞത് സിമ്പിൾ ആയിട്ട് നമുക്ക് സബ്ജക്റ്റ് നമുക്ക് ഒബ്ജക്റ്റ് ഓക്കെ. അപ്പൊ സബിത, യു ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ സെന്റൻസ് മാത്രം ചെറിയൊരു പ്രശ്നം വന്നത്, പക്ഷെ അത് കറക്റ്റ് ആണത്. ഓക്കെ. റസീല. സാർ ഞാൻ എഴുതിയിട്ടില്ല. നമുക്ക് റെഡിയാക്കാതെ ഡോണ്ട് വറി. എന്തിനാണ് ഞാൻ ഇവിടെ വായിക്കാം. നിങ്ങൾക്ക് സ്വന്തമായി ഭൂമിയുണ്ട്. എന്ത് വരും ഇംഗ്ലീഷ്? നിങ്ങൾക്കുണ്ടോ എന്ന് ആദ്യം ചോദിക്കും. എന്തുണ്ടോ എന്നുള്ളത് പിന്നീട്. നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് നമുക്ക് എന്താ പറയാം? ഡു യു ഹാവ്. നിങ്ങൾക്കുണ്ടോ? എന്തുണ്ടോ? ഭൂമിയുണ്ടോ? എന്നുള്ളതിന് ലാൻഡ്. ആ ലാൻഡിനെ പറഞ്ഞിട്ടുണ്ട് സ്വന്തമായ ലാൻഡ്. അപ്പൊ സ്വന്തമായ എന്നുള്ളതിന് ആ ലാൻഡിന്റെ മുമ്പിൽ ഒരു അഡ്ജക്റ്റീവ് ചേർത്ത് OWN, ഓൺ, സ്വന്തമായ. എന്തായി? ഡു യു ഹാവ് ഓൺ ലാൻഡ്. അല്ല, സിമ്പിൾ ആണ്. നിങ്ങളെങ്ങനെ ഇത് ഭയങ്കര പ്രശ്നവും ചിന്തിക്കല്ലേ. ഡു യു ഹാവ് ഓൺ ലാൻഡ്, സ്വന്തമായി ഭൂമിയുണ്ട്. യെസ്. ഇനി അടുത്ത് നോക്കി. നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുക എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം പറയാം. നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണെങ്കിൽ ഇൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രപ്പോസിഷൻ കയറി വരും. എന്ത് വരും? ഇഫ് കയറി വരും. If your answer. എന്താ പറഞ്ഞത്? അല്ല, if your answer is yes അങ്ങനല്ല സർ? ഓക്കെ. പറഞ്ഞ റസീല, ഇൽ എന്ന് പറയുമ്പോൾ ഒരു പ്രിപ്പോസിഷൻ ആണ് വരുന്നത്. ഇഫ് കാണു നിൽക്കട്ടെ. യുവർ ആൻസർ, നിന്റെ ഉത്തരം, ഈസ് യെസ്. ഇഫ് യുവർ ആൻസർ ഈസ് യെസ്, എന്തായി? നിന്റെ ഉത്തരം യെസ് എന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുക. നിങ്ങൾ കാത്തു നിൽക്കുക എന്ന് ആദ്യം പറയും. യു വെയിറ്റ്. എവിടെ? ഇവിടെ, ഹിയർ. യു വെയിറ്റ് ഹിയർ. അപ്പൊ എന്ത് വരും? ഇഫ് യുവർ ആൻസർ ഈസ് യെസ്, യെസ് എന്നുള്ളത് ഇവിടെ വരും. യു വെയിറ്റ് ഹിയർ. ഓക്കെ. ഒരു വരി കൂടി പറഞ്ഞോളൂ. ഓക്കെ. അടുത്ത ആളുകൾക്ക് വരും. നിർമ്മിത. ഞാൻ വായിക്കാം. കൃഷി ഓഫീസർ ഉടനെ വരും. പനി വരത്തില്ലെന്ന്. കൃഷി ഓഫീസർ ഉടനെ വരും. സർ, കൃഷി ഓഫീസർ ഉടനെ വരുമല്ലോ സർ. ഓക്കെ സർ. പറയാം സർ. Agriculture officer will come soon. The agriculture officer will come soon. Yes, agriculture officer will come soon. നമ്മളോട് സംസാരിക്കുവാനാണ് അദ്ദേഹം വരുന്നത്. He should talking with us. Sir,
യെസ് ഓക്കെ 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 ഞാൻ പറയാം കേട്ടോ. അഗ്രികൾച്ചർ ഓഫീസർ വിൽക്കാം, അതൊരു സംശയം ചോദിക്കാൻ വേണ്ടി സംസാരിക്കുവാനാണ് അദ്ദേഹം വരുന്നത്. He is coming to talk to us. യെസ് കറക്റ്റ് കറക്റ്റ്, വെരി ഗുഡ് വെരി ഗുഡ്. ഹി ഈസ് കമ്മിങ് ടു ടോക്ക് ടു അസ്, അല്ല വിത്ത് അസ്. ഓക്കെ, അടുത്തത് നമ്മൾ അദ്ദേഹം വരുന്നത്, അദ്ദേഹത്തിന്റെ മുൻപിൽ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലങ്ങളും പ്രസന്റ് ചെയ്യണം. We should present all the problems related to farming in front of him. യെസ് ഓക്കെ ഓക്കെ കറക്റ്റ് ആണ്. വി ഷുഡ് പ്രസന്റ്, വേറെ രീതിയിൽ പറയാം, വി ഷുഡ് പ്രസന്റ്, നമ്മൾ പ്രസന്റ് ചെയ്യണം. വി ഷുഡ് പ്രസന്റ്, എന്ത് പ്രസന്റ് ചെയ്യണം? പ്രോബ്ലംസ് അല്ല. മൂന്നാമത് വി ഷുഡ് പ്രസന്റ് ദ പ്രോബ്ലംസ്. എങ്ങനെയുള്ള പ്രോബ്ലംസ്? കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട, റിലേറ്റഡ് ടു അല്ലെങ്കിൽ കണക്റ്റഡ് ടു അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാമിംഗ്, അഗ്രികൾച്ചർ ഫാമിംഗ്. ഓക്കെ, വെരി ഗുഡ് നിർമ്മിത, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആർസു ബാക്കി പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹം പരിഹാരമുണ്ടാക്കും. He will solve the problems. ഈ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഉണ്ടാക്കിയിട്ടില്ല, ഭാവിയിൽ കളയാം. അപ്പൊ ഫ്യൂച്ചറിലോട്ട് ഒന്ന് മാറ്റിയിട്ട് അപ്പൊ he will solve the problems. He will solve the problems. Yes, okay. സത്യത്തിൽ കറക്റ്റ് ആണ്. പക്ഷെ ഒന്നുകൂടി നമുക്കത് ഒന്നുകൂടി വേണമെങ്കിൽ വേറെ രീതിയിൽ കൂടി പറയാം. നോക്കിയിട്ട് അവിടെ നമുക്ക് പറ്റി നോക്കാം. വിട്ടിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹം പരിഹാരമുണ്ടാക്കും. He will, ഞാൻ വേറെ പറയുന്നത്, he will find, കണ്ടെത്തും, സൊല്യൂഷൻ. He will find solution to all problems. എല്ലാ പ്രശ്നങ്ങൾക്കും അദ്ദേഹം പരിഹാരം കണ്ടെത്തും. അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ആസു പറഞ്ഞ പോലെ ചുരുക്കിയും പറയാം. അടുത്ത വരി പറയാം, അദ്ദേഹം ഒരു സത്യസന്ധനായ ഓഫീസറാണ്. He is a honest officer. He is an honest officer. ശരിയായിരിക്കും ഇല്ലേ? അദ്ദേഹം നമ്മുടെ ഗ്രാമത്തിൽ താമസിക്കുവാൻ ആഗ്രഹിക്കുന്നു. He want to live in our village. യെസ്, ആ വാണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം ചെറിയൊരു വാക്കുകൂടി ചേർത്തേക്കാം. യെസ്, ഹി വാണ്ട്സ്. കാരണം ഹി എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. ഹി കഴിഞ്ഞതിന് ശേഷം പ്രസിഡൻസ് ഉപയോഗിക്കുമ്പോൾ വെർബിന്റെ കൂടെ ഒരു എസ് കൂടി ചേർത്ത് കേട്ടോ. ഹി വാണ്ട്സ് എന്ന് പറയാം, ഹി വിഷസ് എന്ന് പറയാം, രണ്ട് ശരിയാണ്. He wants, like he wishes to live in our village. അടുത്തൊരു വരി കൂടി പറഞ്ഞു. നിങ്ങൾക്ക് Do you have ഒരു ഒഴിഞ്ഞ വീടുണ്ടോ? Do you have a vacant house? വേക്കന്റ്, empty എന്ന് പറയണ്ട. empty എന്ന് പറയുമ്പോൾ അകത്തൊന്നും ഇല്ലാത്തതാണ്. Vacant house. Very good, very good, very good. Do you have a vacant house? Okay, also very good, very good. നന്നായിട്ട് പറഞ്ഞു. Very good, very good, very good. പ്രവീണ രാജ്, മാസം 10,000 രൂപ വാടക തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. He agreed to give 10,000 as rent for per month. Yes, he agreed to pay rupees 10,000 as rent, വാടക എന്ന നിലക്ക് പെർ മന്ത്, ഓരോ മാസവും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അദ്ദേഹത്തിന് ഭാര്യയും 2 കുട്ടികളുമുണ്ട്. He has a wife and 2 children. വെരി ഗുഡ്. He has wife and 2 children. നോക്കൂ, ഇതാ അദ്ദേഹം വരുന്നു. Look, he is coming. Yes, look, he is coming. Yes. ദയവായി കസേരകൾ റെഡിയാക്കുക. Please make seating arrangement for him. Yes, please make arrangements ആക്കാം. അല്ലെങ്കിൽ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാനുള്ള
Please arrange the chairs. Please arrange the chairs. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യട്ടെ. May I welcome him? May I welcome him. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യട്ടെ. എങ്കിൽ ഓക്കെ, മതി. Shall I welcome him എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇനി നിങ്ങൾ ആ എഴുതിയതിലോട്ട് നിങ്ങളൊന്ന് നോക്കുക. ആദ്യം എഴുതിയിരിക്കുന്ന പാരഗ്രാഫിന്റെ ലെങ്ത് നോക്കുക, പിന്നെ അതിന് ശേഷം നിങ്ങൾ എഴുതിയിട്ട് നോക്കുക. അപ്പൊ ആ ഒരു പാരഗ്രാഫൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ന് പറയുന്ന ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നില്ലേ? ചില സ്ഥലത്തൊക്കെ അവരോടൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, അതൊന്നും പേടിക്കണ്ട. എന്ത് പറയട്ടെ സബിത? സബിത, ഒരു ആത്മവിശ്വാസം വന്നു. ഓക്കെ ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ. തിരിഞ്ഞു നോക്കുമ്പോ ഇത്രയൊക്കെ ഞാൻ ചെയ്യും അല്ലേ എന്നൊരു തോന്നൽ വന്നിട്ട്. യെസ്, റസീനൊക്കെ തോന്നിയോ? റസീന അവിടെ വേറെ എന്തൊക്കെയോ തിരക്കുകളിലായിട്ട് തോന്നും അല്ലേ? യെസ്, ഓക്കെ. നിർമ്മിത, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പോ നിങ്ങളുടെ പ്രകടനത്തെ ഞാൻ A+ എന്ന് അനുവദിച്ചിരിക്കുന്നു. ഇന്നലെ പിന്നെ 2-3 മിനിറ്റ് കൂടി ഉള്ളൂ. ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മിസ്പ്ലറ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് തന്നിട്ട് അത് ഏതാണെന്ന് പറയാനായിട്ട് പറഞ്ഞു. ആദ്യം ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആയിരുന്നു, പിന്നീട് കറൻസി ആയിരുന്നു. യെസ്, അപ്പൊ അതിനകത്ത് രണ്ടും ബാലൻസ് ഉണ്ട്. അപ്പൊ അത് കഴിയുമ്പോഴേക്കും കറക്റ്റ് സമയമാവും. യെസ്, അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ട്രാൻസ്ലേഷൻ സൂപ്പറാന്ന് പറയും കേട്ടോ. വീണ്ടും നമുക്ക് ഇതേപോലെ സ്വന്തം ക്ലാസ് അല്ലാതുള്ള ക്ലാസ്സുകളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് എടുക്കാം. യെസ്, അപ്പൊ അടുത്തത് മിസ്പ്ലറ്റ്. നിങ്ങളൊരു ക്യാപിറ്റൽ ലെറ്ററിൽ അകത്ത് എഴുതിയേക്കുള്ളൂ. TSMAH ഇത് എഴുതുമ്പോ കറൻസി അല്ല, ഇത് തന്നെ. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ച ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും. യെസ്, യെസ്, മാത്സ്. കറക്റ്റ് ആൻസർ ആണ് മാത്സ്. നമ്മൾ സ്കൂളിൽ പഠിച്ച, അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച, +2 പഠിച്ച സബ്ജക്റ്റുകളായിരിക്കും ഇനി വരുന്നത്. മാത്സ് ആണ്. ഓക്കെ 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 ഓക്കെ. IYCS Physics. Physics. ഓക്കെ, നർമ്മിത മനസ്സിലേക്ക് എങ്ങനെ അത് വന്നപ്പോ തന്നെ കിട്ടി. ഓക്കെ നർമ്മിത, പ്രവീണ രാജ്, വെരി ഗുഡ്. ഫിസിക്സ് ആണ്, ഫിസിക്സ്, ഫിസിക്സ്. ഓക്കെ ഓക്കെ. അടുത്തത് COMEC. Commerce ആണ് സർ. Commerce. Commerce. Yes. COMECNIOS. കൊമേഴ്സ് ആണെന്നൊന്നും കൂടി നോക്കിയേ. ഇത് തോന്നിയത് അങ്ങോട്ട് പോകുന്നു. ഇക്കണോമിക്സ്. COM വന്നപ്പോ തന്നെ നിങ്ങളൊക്കെ പോയി. എനിക്കറിയാം. അപ്പൊ ഞാൻ മിണ്ടായിരുന്നു, പൊക്കോട്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഒന്നും മിണ്ടാതിരിക്കുന്നത് അതുമ്പോ തന്നെ കിടന്ന് ഇറങ്ങിക്കോളൂല്ലോ. യെസ്, ഓക്കെ. ഇക്കണോമിക്സ് ആണ്. അടുത്തത് MTRISHYEC. Chemistry. Yes, Narmida, very good, very good, very good. Chemistry. Okay, Praveen, chemistry. Yes, LIGNEH.
In- in- പ്രവീണ English. യെസ് വെരി ഗുഡ് വെരി ഗുഡ്. അത് വല്ലാത്ത വൈകുന്നത് ഞാൻ വിഷമിച്ചിരിക്കുന്നു. യെസ് ഓക്കെ പ്രവീണ. ഓക്കെ നിർമ്മിത. പ്രവീണ ഇങ്ങനെ വന്നു, പക്ഷെ ഇങ്ങനെ പുറത്തേക്ക് വന്നില്ല. ഡൗട്ട് വന്ന് ടി വന്നതുപോലെ തോന്നി സർ. അതാ അതെ, എന്താണെന്നറിയുമോ, ആ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഉത്തരത്തിൽ അന്വേഷിച്ചു പോയി. അപ്പോഴാണ് ഈ കൺഫ്യൂഷൻ വന്നത്. ഓക്കെ. അതാണ് ഇതിന് വരുമ്പോ ഉത്തരവ് അന്വേഷിക്കണം, എഴുതി വേണം. അപ്പൊ കൺഫ്യൂഷൻ വന്നത്. യെസ്, അടുത്തത് ഐ സി എസ് വി സി ഐ. Civics. Civics. Yes, very good, very good. Narmida, very good, Pravina. Last question. Yes. H A R P Y History. G വീണ്ടും G O E. ഇതൊക്കെ പോയി നൽകിയതാ. Geography. 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 Yes, geography is the correct answer. Okay, Arsu, Narmida, Pravina. Yes, അപ്പോ ഇനി ഇന്നത്തെ ക്ലാസ്സിലുള്ള നിങ്ങളുടെ പ്രകടനത്തെ അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇന്ന് നമുക്ക് വീട് കിട്ടിയ ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ലേഷൻ അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് നെഗറ്റീവിന്റെ വേറൊരു തലം നമുക്ക് നോക്കാം. സോ ഇതാണ് പ്രവീണ വല്ലതും പറയാൻ പോകണ്ട. Yes. So, wish you all the best. We will meet in the next class. Till Thank then, you, sir. okay, bye. Thank you, sir. Thank you, sir. Mm-hmm.